വെൽക്കം ടു എഡ്യൂപിസി. ഇന്ന് നമ്മൾ പേജ് നമ്പർ 107 ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഓൾ ദ സൈഡ്സ് ആൻഡ് ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് ടു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വിത്ത് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ വീതമുള്ള രണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽസിൻ്റെ സൈഡ്സും ആംഗിൾസും എന്താണ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതേപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, സോ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60 ഡിഗ്രി ഈച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉള്ള രണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ഈച്ച് ആണ് അല്ലേ, 60 ഡിഗ്രി. സെക്കൻഡ് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണ്, 60 ഡിഗ്രി. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾസ് ഏതൊക്കെ പറയാം? ആംഗിൾ A എന്ന് പറയുന്നത് ടോട്ടൽ 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി, അതായത് 120 ഡിഗ്രി എന്ന് പറയാം. ആംഗിൾ B എന്ന് പറയുന്നത് 60 ഡിഗ്രി. ആംഗിൾ C എന്താണ്? സെയിം ആസ് ഹിയർ അല്ലേ, 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി, അതായത് 120 ഡിഗ്രി. ദെൻ ആംഗിൾ D ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. വാട്ട് അബൌട്ട് സൈഡ്സ്? AB 4 സെൻറ്റിമീറ്റർ, BC 4 സെൻറ്റിമീറ്റർ, CD 4 സെൻറ്റിമീറ്റർ ആൻഡ് DA 4 സെൻറ്റിമീറ്റർ. ക്ലിയർ? Then second question, construct a kite whose diagonals are of length 6 cm and 8 cm. 6 cm 8 cm ഡയഗണൽസ് വരുന്ന ഒരു കൈറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് കൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാവുന്നതാണ്. ലോങ്ങർ ഡയഗണൽ കട്ട്സ് ദ ഷോർട്ടർ ഡയഗണൽ ഇൻടു ഹാഫ് അല്ലേ. ഇവിടെ ഷോർട്ടർ ഡയഗണൽ ഈസ് 6 സെൻറ്റിമീറ്റർ, അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ലോങ്ങർ ഡയഗണൽ ആയിട്ടുള്ള 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 6 സെൻറ്റിമീറ്റർ ഉള്ള ഫസ്റ്റ് ഒരു ലൈൻ ഡയഗണൽ ഡ്രോ ചെയ്യുന്നു. ഓക്കെ, സോ അതിനുശേഷം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കണം. അതിനായി കോമ്പസ് എടുക്കുക, മോർ ദാൻ ഹാഫ് കൺസിഡർ ചെയ്യുക, ദെൻ ഡ്രോ ആൻ ആർക്ക്. രണ്ട് സൈഡിലും നമുക്ക് ആർക്ക് വരയ്ക്കാം. ഓക്കെ, സോ അതേപോലെ സെക്കൻഡ് പോയിൻറ്റും കൺസിഡർ ചെയ്യുക, ദെൻ ഇവിടെയും ആർക്ക് വരയ്ക്കാം. ക്ലിയർ? അതിനുശേഷം ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് AC എന്ന് എഴുതാം. ഇത് മിഡ് പോയിൻ്റ് ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദിസ് ഇസ് 90 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് 3 സെൻറ്റിമീറ്റർ ഈച്ച്. ഓക്കെ, ഇനി നമുക്ക് കൈറ്റാണ്. സോ കൈറ്റിൻ്റെ ടോപ്പ് പോർഷൻ കുറച്ച് ചെറുതും താഴെ കുറച്ച് വലുതുമായിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ലെങ്ത്ത് ഇത് D എന്ന പോയിൻ്റ് ആണെങ്കിൽ ADയുടെ ലെങ്ത്ത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു D മാർക്ക് ചെയ്തു, ദെൻ Dയും Cയും തമ്മിൽ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ ഡയഗണൽ, സെക്കൻഡ് ഡയഗണലിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിലിൽ 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് 8 സെൻറ്റിമീറ്റർ വരയ്ക്കാം. സോ 8 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്താൽ മതി. ദെൻ ഈ പോയിൻറ്റ്സ് കണക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് എന്താണ്? കൈറ്റ് ഫോമായി. ദെൻ ഈ ടോട്ടൽ ലെങ്ത് എന്താണ്? ദിസ് ഈസ് 8 സെൻറ്റിമീറ്റർ. ക്ലിയർ? ഇത് B എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് കൈറ്റ് ABCD. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾസ് ഇൻ ദ ഫോളോവിങ് ട്രപ്പീസിയം. താഴെ കൊടുത്തിരിക്കുന്ന ട്രപ്പീസിയത്തിലെ മറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ABCD എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം, 2 പാരലൽ ലൈൻസ് ഉണ്ടായിരിക്കും. അതേപോലെ എന്താണ്, നോൺ പാരലൽ സൈഡ്സിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി ആണ്. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ A. അതായത് 180 ഡിഗ്രി മൈനസ് ആംഗിൾ A ഈസ് 135. സോ ദിസ് ഈസ് 45 ഡിഗ്രി. ആംഗിൾ D എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ അതേപോലെ ആംഗിൾ സിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 105 ഡിഗ്രിയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി എന്ന് പറയും. ഓക്കെ, സോ ആംഗിൾ സി ഈസ് 75 ഡിഗ്രി. ക്ലിയർ? ദെൻ സെക്കൻഡ് വൺ, ദിസ് ഈസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. ഇവിടെ ഈ 2 സൈഡ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയാണ്. ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. സോ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 100 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ അഡ്ജസൻറ്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 100 ആണ് എങ്കിൽ ആംഗിൾ സി പ്ലസ് ആംഗിൾ എ എന്തായിരിക്കും? ആംഗിൾ സി പ്ലസ് ആംഗിൾ എ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതേപോലെ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ എന്ന് പറയുന്നതും 180 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ 100 ആണ് എങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എന്ത് വരും? 180 മൈനസ് 100, ദാറ്റ് ഈസ് 80 ഡിഗ്രി. സോ ഇത് 80 ഡിഗ്രി ആണ്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 80 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്കത് കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, draw a Venn diagram showing the set of parallelograms, kites, rhombuses, rectangles and squares. Then answer the following questions. അപ്പോൾ റോംബസും പാരലോഗ്രാമും റെക്ടാങ്കിളും സ്ക്വയറും കണക്ട് ചെയ്യുന്ന ഒരു വെൻ ഡയഗ്രാം വരച്ചതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക്, ഞാനിവിടെ ഓൾറെഡി വെൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. സ്ക്വയർ, ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സ്ക്വയേഴ്സും റെക്ടാങ്കിൾസ് ആണ്. ഓക്കെ, അതേപോലെ എല്ലാ സ്ക്വയേഴ്സും എന്താണ്? റോംബസ് ആണ്. ഇനി എല്ലാ റോംബസും സ്ക്വയേഴ്സും റെക്ടാങ്കിൾസും എന്താണ്? പാരലലോഗ്രാംസ് ആണ്. ക്ലിയർ? ഇനി അതേപോലെ നമുക്ക് കൈറ്റ് എന്ന് പറയാം. റോംബസും സ്ക്വയറും ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കൈറ്റ്. സ്ക്വയറിനും റോംബസിനും കൈറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അത് രണ്ടും നമുക്ക് കൈറ്റ് ആണ് എന്നും കൺസിഡർ ചെയ്യാം. സോ ഇതുപോലെയാണ് നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഈസ് ബോത്ത് എ കൈറ്റ് ആൻഡ് എ പാരലോഗ്രാം? കൈറ്റും പാരലോഗ്രാവുമായിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ഏതാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ കൈറ്റും പാരലോഗ്രാവുമായിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ 2 എണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് 2 എണ്ണം കൺസിഡർ ചെയ്യാം. റോംബസും കൺസിഡർ ചെയ്യാം. അതേപോലെ സ്ക്വയർ ഈസ് ഓൾസോ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരലോഗ്രാം അല്ലേ? അല്ലെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് കൈറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ നമുക്കിവിടെ റോംബസും പറയാം, അതേപോലെ കൈറ്റും സ്ക്വയറും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വണ്ണിൽ, ക്യാൻ ദെയർ ബി എ ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഈസ് ബോത്ത് എ കൈറ്റ് ആൻഡ് എ റെക്ടാങ്കിൾ? കൈറ്റും റെക്ടാങ്കിളുമായിട്ടുള്ള ഏതെങ്കിലും ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ എന്ന് അല്ലേ? രണ്ടിലും ഇൻക്ലൂഡഡ് ആവുന്ന ഏത് ഫിഗറാണ് ഇവിടെ ഉള്ളത്? സ്ക്വയർ ഉണ്ട്. സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൈറ്റും ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെക്ടാങ്കിളും ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം യെസ്, ഏതാണ് ഫിഗർ? സ്ക്വയർ. ക്ലിയർ? ദെൻ തേർഡ് വൺ, ഈസ് എവരി കൈറ്റ് എ റോംബസ്? എല്ലാ കൈറ്റും റോംബസ് ആണോ? ഇഫ് നോട്ട്, വാട്ട് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് 2 ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ? എല്ലാ കൈറ്റും റോംബസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ? കൈറ്റിൽ എന്താണ്? കൈറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 പെയർ ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ആണ്. 2 പെയർ ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് അല്ലേ? റോംബസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ കൈറ്റും എന്ന് പറയുന്നത് റോംബസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബട്ട് നമുക്ക് റിവേഴ്സ് പറയാം, എല്ലാ റോംബസും കൈറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഈസ് എവരി കൈറ്റ് എ റോംബസ്? നോ.
Then what is the correct relationship? Every rhombus is a kite. Every rhombus is a kite. Okay. Then next question. If PAIR and RODS are two rectangles, find angle IOD. Okay. So next നമുക്കിവിടെ PAIR എന്ന് പറയുന്നതും RODS എന്ന് പറയുന്നത് രണ്ട് റെക്ടാങ്കിൾസ് ആണ്. ഇതിൽ ആംഗിൾ IOD കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ റെക്ടാങ്കിൾസിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലേ? സോ ഇൻ ട്രയാങ്കിൾ, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ROI 30 ഡിഗ്രി ആംഗിൾ, ഈ 30 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ROI. ആംഗിൾ ROI എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ദെൻ ആംഗിൾ ROI ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ. ഇനി വാട്ട് അബൌട്ട് ആംഗിൾ ROD? ROD എന്ന് പറയുന്നത് അതെന്താണ്? ഇറ്റ്സ് ആൻ ആംഗിൾ ഇൻ റെക്ടാങ്കിൾ അല്ലേ? റെക്ടാങ്കിളിൻ്റെ ആംഗിളാണ് ROD എന്ന് പറയുന്നത്. സോ ROD എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ദെൻ നമുക്ക് എഴുതാം ആംഗിൾ ROD എന്ന് പറയുന്നത് ROI പ്ലസ് ആംഗിൾ IOD ആണ്. ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ചെറിയ ആംഗിളുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ആംഗിൾ IOD എന്ന് പറയുന്നത് ആംഗിൾ ROD മൈനസ് ആംഗിൾ ROI എന്ന് എഴുതാം. ആംഗിൾ ROD എന്താണ്? ദിസ് ഇസ് 90 ഡിഗ്രി. ദെൻ വാട്ട് ഈസ് ആംഗിൾ ROI? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 60 ഡിഗ്രി എന്ന്. സോ വാട്ട് ഈസ് ആംഗിൾ IOD? റിമൈനിങ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഓക്കെ. അതായത് ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. കൺസ്ട്രക്ട് എ സ്ക്വയർ വിത്ത് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ വിത്തൗട്ട് യൂസിങ് എ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം വിത്ത് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. ഓക്കെ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമുക്കൊരു ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡയഗണൽ വരയ്ക്കാം. ഓക്കെ. ദെൻ അതിന് ശേഷം പ്രൊട്രാക്ടർ എടുക്കുക. ദെൻ നമ്മൾ മോർ ദാൻ ഹാഫ് എടുത്തു. അതിനുശേഷം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി നമുക്ക് ഇതിലൂടെ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ. നമുക്കിവിടെ എഴുതാം AB. ഓക്കെ. സോ ഇത് ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ബൈസെക്ട് ചെയ്തത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കോമ്പസ് എടുക്കുക. കറക്റ്റ് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് പോയിന്റിൽ നിന്നും സെൻറ്ററിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. ഓക്കെ. സോ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ ഡയഗണലുള്ള ഒരു സ്ക്വയർ കിട്ടി. ക്ലിയർ?
Then next question. CASC is a square. The points U, V, W and X are the midpoints of the sides of a square. What type of quadrilateral is UVWX? Find this by using geometric reasoning as well as by construction and measurement. Find other ways of constructing a square within the square such that the vertices of the inner square lie on the side of the outer square as shown in the figure. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ ഏതാണ് CASE എന്ന് പറയുന്ന ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് UVWX എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഏത് ടൈപ്പ് സ്ക്വയർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ട്രയാങ്കിൾ CUV, then triangle AUX, triangle SWX and triangle EWV. ഓക്കെ, ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഈ 4 ആംഗിൾസ് നമുക്ക് എന്താണെന്ന് പറയാം, 90 ഡിഗ്രി ഈച്ച് ആണ് എന്ന് പറയാം അല്ലേ. ദെൻ ഇവിടെ ഓരോ ട്രയാങ്കിൾസും നോക്കുകയാണെങ്കിൽ CU എന്ന് കൺസിഡർ ദ ട്രയാങ്കിൾ CUV. ഓക്കെ, നമുക്ക് നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ CUV എന്ന് പറയുന്ന ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ CV എന്ന് പറയുന്ന ലെങ്ത്തും CU എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണ്. CV is equal to CU ആണ്. എന്താണ് റീസൺ? ഇത് മിഡ് പോയിന്റ്സ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ given CUV are midpoints. ഓക്കെ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ എന്താണ്, ഈ 2 സൈഡ് ഈക്വൽ ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാം അല്ലേ. ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, കാരണം ഒരു ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ഇത് ഐസോസിലസ് ആയതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ CVU എന്ന് പറയുന്നതും ആംഗിൾ CUV എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ദിസ് ഈസ് ആൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം, ആംഗിൾ CVU പ്ലസ് ആംഗിൾ CUV പ്ലസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 3 ആംഗിളുകൾ ആഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ സമ്മായിട്ടുള്ള 180 ഡിഗ്രി കിട്ടുന്നു. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ CVUവിന് പകരം ഞാൻ CUV എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നു. സോ നമുക്ക് 2CUV എന്ന് പറയുന്നത് 180 മൈനസ് 90 ഡിഗ്രി ആണ് എന്ന് പറയാം. ഓക്കെ, ദെൻ 180 minus 90 degree, that is 90 degree. Therefore, angle CUV is equal to 90 degree by 2. അതായത് 45 ഡിഗ്രി ആണ്. സോ CUV ഇത് 45 ഡിഗ്രി ആണ് എങ്കിൽ വാട്ട് അബൌട്ട് ദിസ്, ഇതും 45 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതും 45 ഡിഗ്രി ആണ്, ഇതും 45 ഡിഗ്രി ആണ് എന്ന് കിട്ടും. അതേപോലെ ഇവിടെയും നമുക്ക് കൺസിഡർ ചെയ്യാം 45 ഡിഗ്രി. ദെൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതും 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, അത് ആംഗിൾസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ CUV പ്ലസ് ആംഗിൾ VUX പ്ലസ് ആംഗിൾ AUX. This is equal to 180 degree. Okay, then angle CUV, this is 45 degree plus angle VUX plus AUX is 45 degree. This is equal to 180 degree. Okay, then angle VUX
plus 45 plus 45 90 degree is equal to 180 degree. Then angle VUX എന്ന് പറയുന്നത് 180 degree minus 90 degree which is equal to 90 degree എന്ന് കിട്ടും. So what about this angle? ഇത് 90 degree ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇത് 90 degree ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിളും ആംഗിൾ UXW 90 degree ആണെന്ന് പറയാം. XWV 90 degree ആണെന്നും അതേപോലെ WVU എന്ന് പറയുന്നത് 90 degree ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ടൈപ്പ് ഓഫ് ഫിഗർ ഇറ്റ് ഈസ്? ഇവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതേപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore VUXW is a square. ഇതൊരു സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ. If a quadrilateral has 4 equal sides and one angle of 90 degree, will it be a square? ഒരു ക്വാഡ്രിലാറ്ററൽസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ഒരു ആംഗിൾ 90 degree ആണെങ്കിൽ will it be a square? അതൊരു സ്ക്വയർ ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ, ഇതിൻ്റെ ഒരു ആംഗിൾ 90 degree ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബൈസെക്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു ഡയഗണൽ വരയ്ക്കുക. DB എന്ന് പറയുന്ന ഒരു ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? AB, BC, then this is equal to CD, then DA എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട്. ആംഗിൾ DAB എന്ന് പറയുന്നത് 90 degree ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ DB എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുന്നു. നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നു. കൺസിഡർ ട്രയാങ്കിൾ DAB ആൻഡ് ADB. നമുക്ക് ADB ആൻഡ് CDB എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ AD എന്ന് പറയുന്നത് CDക്ക് ഈക്വൽ ആണ്, AB എന്ന് പറയുന്നത് CBക്ക് ഈക്വൽ ആണ്, AD എന്ന് പറയുന്നത് CBക്ക് ഈക്വൽ ആണ്, അതേപോലെ AB എന്ന് പറയുന്നത് CDക്ക് ഈക്വൽ ആണ്. ദെൻ DB is equal to DB. ഓക്കെ, കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ ADB ഈസ് കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ CDB എന്ന് പറയാം. ഓക്കെ, ADBയും CDBയും കോൺഗ്രുവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ബൈ CP/CT കറസ്പോണ്ടിങ് പാർട്സ് ആർ ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ബൈ CP/CT ആംഗിൾ A is equal to ആംഗിൾ C which is equal to 90 degree എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ആംഗിൾ 1 എന്നും ഇത് ആംഗിൾ 4, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻ ട്രയാങ്കിൾ ADB ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് 90 degree എന്ന് പറയുന്നത് 180 degree ആണ് എന്ന് പറയാം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ADB. ഓക്കെ, ഈ മൂന്ന് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 degree ആണ് എന്ന് പറയാം. ഇനി ആംഗിൾ 1 എന്ന് പറയുന്നതും ആംഗിൾ 2 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താണ്, ഇതൊരു AB എന്ന് പറയുന്ന ലെങ്ത്തും AD എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ 1 is equal to ആംഗിൾ 2 which is equal to എന്താണ്, 90/2 that is 45 degree എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നു ആംഗിൾ 2 is equal to 180 degree. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആംഗിൾ 2 is equal to 180/2. ഓക്കെ, അതായത് ആംഗിൾ 1 എന്ന് പറയുന്നതും ആംഗിൾ 2 എന്ന് പറയുന്നതും
90/2 ആണ്, 45 ഡിഗ്രി ഈച്ച് ആണ്. ഓക്കെ, സോ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ 3യും ആംഗിൾ 4ഉം എന്താണ് 45 ഡിഗ്രി ആണ് എന്ന് കിട്ടും. ദിസ് ഇസ് 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി. സിമിലർലി വി ക്യാൻ പ്രൂവ് എന്ത്, ആംഗിൾ 3യും ആംഗിൾ 4ഉം 45 ഡിഗ്രി ഈച്ച് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ വാട്ട് അബൌട്ട് ആംഗിൾ ഡി? Therefore similarly angle 3 is equal to angle 4 is equal to 45 degree. Okay, therefore angle D is equal to എന്താണ് 45 degree plus 45 degree which is equal to 90 degree. Then angle B is equal to 45 degree plus 45 degree which is equal to 90 degree. Then angle A and angle C is 90 degree. Therefore the figure is a square. Okay, അതുകൊണ്ട് ഇതൊരു സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. Clear? Then what type of a quadrilateral is one in which the opposite sides are equal? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഏത് ടൈപ്പാണ്, അത് ഏത് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ഇവിടെ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്, ABCD. ഇവിടെ AB-യും CD-യും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. AD-യും CD-യും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ഡയഗണൽ വരയ്ക്കുന്നു, DB എന്ന് പറയുന്ന ഡയഗണൽ. സോ കൺസിഡർ triangle ABD and CBD. Okay, ABDയും CBDയും കൺസിഡർ ചെയ്യാം. Then AD which is equal to BC, AB which is equal to DC, then DB എന്ന് പറയുന്നതും DB കോമൺ ആണ്. സോ നമുക്ക് എന്ത് പറയാം, ദീസ് ടു ട്രയാങ്കിൾസ് ആർ congruent എന്ന് പറയാം. ഓക്കെ, therefore triangle ABD is congruent to triangle CBD. Clear? Okay, then by ഏതാണ് സൈഡ് 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 കോൺഗ്രുവൻസി വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നു. therefore by CPCT നമുക്ക് എന്ത് പറയാം, ആംഗിൾ 1 നമുക്കിവിടെ ആംഗിൾ മെഷർ ചെയ്യാം. ദിസ് ഈസ് ആംഗിൾ 1, ആംഗിൾ 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4. നമുക്ക് 4 പേര് മെൻഷൻ ചെയ്യാം. ദെൻ ഇവിടെ ആംഗിൾ 1 എന്ന് പറയുന്നതും ആംഗിൾ 3 എന്ന് പറയുന്നതും എന്താണ് ഈക്വൽ ആണെന്നും ആംഗിൾ 2 എന്ന് പറയുന്നതും ആംഗിൾ 4 എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ബൈ CPCT കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ 1 is equal to ആംഗിൾ 3 ആൻഡ് ആംഗിൾ 2 is equal to ആംഗിൾ 4 എന്ന് പറയാം. ഓക്കെ, ദെൻ ഹിയർ DB is the transversal for AB and DC, and angle 1 is equal to angle 3 are the alternate angles and are equal. അല്ലേ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ആംഗിൾ 1ഉം ആംഗിൾ 3യും CPCT വെച്ചിട്ട് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഇനി സപ്പോസ് DCയും ADയും എന്ന് പറയുന്ന ലൈനിനെ DB എന്ന ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ 3യും ആംഗിൾ 1ഉം. അത് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, DCയും ABയും പാരലൽ ആണ്. ഓക്കെ, therefore നമുക്ക് എന്ത് പറയാം, DC ഈസ് പാരലൽ ടു AB ആണ് എന്ന് പറയാം. ഓക്കെ, സിമിലർലി അതേപോലെ എന്തുകൂടി പറയാം, ഇവിടെ DB is the transversal for DA and CB. അവിടെ ഫോം ചെയ്യുന്ന രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ 2ഉം ആംഗിൾ 4ഉം.
അതും ഈക്വൽ ആയതുകൊണ്ട് ഡി എ പാരലൽ ടു സി ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് പറയാം? ഡി എ ഈസ് പാരലൽ ടു സി ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഈക്വൽ ആയിട്ടുള്ളത് എന്താണ്? അത് പാരലലും ആണ് എന്ന് മനസ്സിലായി. ദെയർഫോർ എ ബി സി ഡി എന്താണ്? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Will the sum of the angles in the quadrilateral such as the following one also be 360 degree? ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ 1, 2, 3, 4 എന്ന് നെയിം ചെയ്യാം. രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇൻ ട്രയാങ്കിൾ എ ഡി ബി നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാം അല്ലേ? അതേപോലെ ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ബി ഡി സി ആംഗിൾ സി പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാം. ദിസ് ഈസ് ആംഗിൾ. സോ ഇക്വേഷൻ 2. ദെൻ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുക? ആംഗിൾ എ പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി. ഓക്കെ, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4. അതായത് നമ്മൾ ആ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററിലെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ സി വിച്ച് ഈസ് ഈക്വൽ ടു 180 പ്ലസ് 180 360 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ വാട്ട് ഈസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ആംഗിൾ ഡി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഡി എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ് പ്ലസ് ആംഗിൾ സി വിച്ച് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. സോ നമുക്ക് എന്ത് പറയാം? Therefore, angle A plus angle B plus angle C plus angle D 360 degree ആണ്. അതുകൊണ്ട് sum of interior angles of any quadrilateral is 360 degree എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ക്ലിയർ? Then next, state whether the following statements are true or false. താഴെ തന്നിരിക്കുന്ന statements true ആണോ false ആണോ എന്ന് പറയണം. Then first statement എന്താണ്? A quadrilateral whose diagonals are equal and bisect each other must be a square. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചതാണ്. അതിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഡയഗണൽസ് ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടിയാണ്, സ്ക്വയറിൻ്റെയും അതേപോലെ റെക്റ്റാങ്കിളിൻ്റെയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി എ സ്ക്വയർ എന്നാണ്, സ്ക്വയർ മാത്രമേ ആകുക എന്നാണ്. അപ്പോൾ റെക്റ്റാങ്കിളിനും സെയിം പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദിസ് ഇസ് ഫോൾസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ് എന്ന് പറയാം. ഓക്കെ, then what about second one? A quadrilateral having 3 right angles must be a rectangle. 3 റൈറ്റ് ആംഗിൾസ് ഉള്ളത് ഒരു റെക്റ്റാങ്കിൾ ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ, ഇത് റൈറ്റ് ആംഗിൾ, ഇത് റൈറ്റ് ആംഗിൾ. ഓക്കെ, സോ നാലാമത്തെ ആംഗിൾ നമുക്ക് എക്സ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് എക്സ്, ദിസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ് വരിക. സോ എക്സ് ഇസ് ഈക്വൽ ടു 360 മൈനസ് 270
സോ ദിസ് ഈസ് അഗെയിൻ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ സൈഡിൻ്റെ കാര്യം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് അതൊരു റെക്റ്റാങ്കിൾ ആണ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഈസ് ട്രൂ. ക്ലിയർ? ദെൻ തേർഡ് വൺ, a quadrilateral whose diagonals bisect each other must be a parallelogram. Quadrilaterals diagonals bisect each other must be a parallelogram. അത് നമ്മൾ പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ്, ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ തേർഡ് വൺ ഈസ് ട്രൂ. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, a quadrilateral whose diagonals are perpendicular to each other must be a rhombus. ഇവിടെ എന്താണ്, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഒരു മസ്റ്റ് ബി എ റോംബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഉള്ളത് ഏതിനൊക്കെയാണ്, അല്ലെങ്കിൽ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത് ഇറ്റ്സ് ഫോർ റോംബസിന്, അതുപോലെ കൈറ്റിനും സ്ക്വയറിനും ഉണ്ട് അല്ലേ. ഇവിടെ പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ബി എ റോംബസ് എന്നാണ്. അതുകൊണ്ട് എന്താണ്, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഓക്കെ. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ദെൻ നെക്സ്റ്റ് വൺ, a quadrilateral in which the opposite angles are equal must be a parallelogram. അതും നമ്മൾ ഓൾറെഡി പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞതാണ്, എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. Then next one, a quadrilateral in which all the angles are equal is a rectangle. അപ്പോൾ ഇവിടെ എന്താണ്, ഓൾ ദ ആംഗിൾസ് ഈക്വൽ ആണ്. സൈഡിൻ്റെ കാര്യമൊന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് പറയാം. ഓക്കെ. സൈഡ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടില്ല, ആംഗിൾസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയാം. ഐസോസിലസ് ട്രപ്പീസിയംസ് ആർ പാരലോഗ്രാംസ്. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. പാരലോഗ്രത്തിൻ്റെ എല്ലാ അല്ലെങ്കിൽ 2 പെയർ പാരലൽ സൈഡ്സ് ആണ്. ഐസോസിലസ് ട്രപ്പീസിയത്തിന് 1 പെയർ പാരലൽ സൈഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് പ്രോബ്ലംസ്. നമ്മൾ എല്ലാം സോൾവ് ചെയ്തു. സോ എല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.